ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. സീരിയലിലെ മെഹന്തിയും ഹൽദിയും വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൂൻ്റെ കൊറിയോഗ്രാഫിയും കാര്യങ്ങളും പ്രാക്ടീസ് സെക്ഷനും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ലൊക്കേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപൂർവരാഗ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നിങ്ങൾ സീരിയലിൽ കണ്ടു കാണും ഈ ഹൽദി ഡാൻസൊക്കെ. അപ്പോൾ അപ്പുവാണ് അത് കോറിയോഗ്രാഫി ചെയ്തത്. പാർത്ഥിവ്, അപ്പു എന്നാണ് ഞാൻ വിളിക്കുന്നത്. പാർത്ഥിയാണ് കോറിയോഗ്രാഫി ചെയ്തത്. സോ പാർത്ഥി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പു. സോ അങ്ങനെ ഫൈനലി ഈ ഡാൻസിൻ്റെ ഔട്ടൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പോർഷൻസ് ആയിരുന്നാലും എല്ലാം നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡയറക്ഷൻ സൈഡിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്ങനെ ചെയ്യണം, എത്രത്തോളം വരണം എന്നുള്ളത് ക്യാമറ സൈഡിൽ നിന്നൊക്കെ. കാരണം അവർക്കൊരു ഇതുണ്ടല്ലോ, കണക്കുണ്ടല്ലോ, ഏതുവരെ വരണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും, ഡാൻസേഴ്സിനൊക്കെ. ഡാൻസേഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ ചേച്ചിമാരാണ്. സോ അപ്പോൾ അവരെല്ലാവരും ഭയങ്കര എൻജോയ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദി സോങ്ങാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളിത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണണം കേട്ടോ. C5 ആപ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ അപൂർവരാഗ സീരിയൽ കാണാൻ മറക്കരുത്. 6:30-ക്കാണ്. മിസ് ചെയ്യാതെ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഇതിൻ്റെ ഔട്ടൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇത് എൻട്രി ആയിരുന്നു, വെൽക്കം ഡാൻസ്. ഞങ്ങൾ രണ്ട് ബ്രൈഡ്സാണ്. ചേച്ചിയും ഞാനും ബ്രൈഡാണ്. അശു ചേച്ചിയും ഞാനും ബ്രൈഡാണിതിൽ. അപ്പോൾ സോ ക്യാമറ ചേട്ടൻ പറയുവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എത്തണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് തുടക്കം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നടന്നു വരും. അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ അശു ചേച്ചി വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ടേക്കായിട്ട് എടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് റിഹേഴ്സലായിട്ടാണ് പോയത്. പിന്നെ ചേച്ചി ഒന്ന് സ്ലിപ്പായത്. അങ്ങനെയാണ് ഫൈനലി ഭയങ്കര രസമുണ്ടായിരുന്നു എല്ലാവരുമായിട്ടിട്ട്. ബട്ട് എനിക്കതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് മിസ്സായി. കാരണം ഷൂട്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് മിസ്സായതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ആയിരുന്നു. നമ്മളേക്ക് വെൽക്കം കണ്ടോ, നമ്മളേക്ക് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് അവർ ഡാൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ എക്സിറ്റ് ആവും. നമ്മൾ ഉള്ളിലോട്ട് കയറും, മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് കയറും. കണ്ടോ ആ വാട്ടർ. ഇത് സ്ഥലം വരുന്നത് ബാലരാമപുരം കൽപ്പടിയിലാണ് കേട്ടോ. കൽപ്പടിയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് നടക്കുന്നത്. ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഫൈനലി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ ഇടയിൽ അർജുൻ ചേട്ടൻ്റെ ഒരു എൻട്രിയും കാര്യങ്ങളുണ്ട്. അർജുൻ ചേട്ടൻ്റെ കുട്ടിക്കളിയും കാര്യങ്ങളും അതിൽ ചെറുതായിട്ട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ ഫൈനലി എനിക്ക് പൂവൊക്കെ തരികയാണ് അർജുൻ ചേട്ടൻ്റെ ക്യാരക്ടർ നെയിം വരുന്നത് സിദ്ധു എന്നാണ്, സിദ്ധാർത്ഥ് എന്നാണ്. അതിന് സിദ്ധു എന്നാണ് വിളിക്കുന്നത്. അശു ചേച്ചിയുടെ വരുന്നത് ദേവിക, എൻ്റെത് വരുന്നത് അഞ്ജിത. സോ അങ്ങനെയാണ്. അപ്പം ഷാജികളൊക്കെ ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഫൈനലി ഒന്നും കൂടെ റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട്. ഇതിന് ഒരുപാട് ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ ക്ലോസപ്സ് ഉണ്ട്, വൈഡ് ആംഗിൾ ഉണ്ട്, മിഡ് ഉണ്ട്, ടു സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആംഗിളിൽ വെച്ചിട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. നൈസായിരുന്നു, ഭയങ്കര എൻജോയ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഇയറിങ്സൊക്കെ എനിക്ക് കൊളാബിനടുത്താണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഈ ഡ്രസ്സ് വരുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ആണ്. സോ നൈസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നൈസായിട്ട് പോയി. അപ്പം ഇത് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് മേക്കപ്പിൽ ആഷിക്കും അവരൊക്കെയാണ്. ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ എടുപ്പിക്കുന്നത്. പാവം, ഭയങ്കര രസമായിട്ട് എടുത്തു തരും. നമ്മൾ പറയുമ്പോഴൊക്കെ അവർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം, അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സോ അങ്ങനെ. അപ്പോൾ ഇവർ കണ്ടോ അർജുൻ ചേട്ടൻ്റെ ആ കുട്ടിക്കളിയൊക്കെയാണ്. ഭയങ്കര രസമാണ് അർജുൻ ചേട്ടൻ ചെയ്യുന്നതാണ്. ഇതിൽ അർജുൻ ചേട്ടൻ്റെ ബുദ്ധി കുറവുള്ളൊരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് സീരിയൽ കാണുന്നെങ്കിൽ അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റേജിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റിയ ഡാൻസാണ്. അതായത് ഞാനും അഭിഷേകും ദേവികയും ഋഷിയും നമ്മളുടെ ചങ്സിലെ പാട്ടായിരുന്നു കളിച്ചത്, ചെക്കൻ്റെ കല്യാണം, അതാണ് കളിക്കുന്നത്. സോ അതിങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ലോമോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ തകൃതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ല. സോ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ,
കുറച്ച് വരികളെ ഉണ്ടായിരുന്നുള്ളൂ. സോ വേഗം പഠിച്ചെടുത്തു, കുഴപ്പമൊന്നുമില്ല. സോ അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അകത്തുള്ള റിഹേഴ്സലും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അപ്പുവിനെ അറിയാം പേഴ്സണലി, എൻ്റെ ഹസ്ബൻഡാണ്, അങ്ങനെ അറിയാം. സോ അങ്ങനെ സ്റ്റേജിൻ്റെ അകത്തുള്ള ഫൈനൽ റിഹേഴ്സലാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഫസ്റ്റ് സെക്ഷനിലൊന്നും നമ്മളില്ല, നമ്മളിങ്ങനെ സൈഡിലോട്ടിരിക്കും. അപ്പം ഫസ്റ്റ് സെക്ഷനിൽ റിയ ചേച്ചിയാണ് കളിക്കുന്നത്. റിയ ചേച്ചി ഇതിൽ ക്യാരക്ടർ വൈസ് നായികമാരുടെ സിസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. പുള്ളിക്കാരിയാണ് ഇവരെയൊക്കെ വെൽക്കം ചെയ്ത് കളിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം പുറത്തുനിന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാവരെയും പിക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു, വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ നിർത്തി കളിപ്പിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. സോ ഫൈനലി അടിപൊളിയായിരുന്നു. അപ്പു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എവിടെ നിൽക്കണം, എവിടെയാണ് പൊസിഷൻ എന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതും ഒരുപാട് ഷോട്ട്സ് പോയായിരുന്നു. അതായത് ഒരുപാട് കട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് 2 ഷോട്ട്സ്, റിയാക്ഷൻസ്, അങ്ങനെ വൈഡ് ആംഗിള്, അങ്ങനെ ഒരുപാട് ഡാൻസേഴ്സിൻ്റെ ക്ലോസപ്സ്, ബാക്കി കളിക്കുന്നവരുടെ എല്ലാവരുടെയും ക്ലോസപ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഷോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി നേരം ഫുള്ളും കളിക്കുന്നില്ല, ബട്ട് എന്നാലും കളിച്ചായിരുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മെഹന്തിയുടെ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. മെഹന്തിക്ക് അപ്പോൾ സ്നേഹിച്ചിയും പ്രിയേച്ചിയും ഞാനും അശ്വ ചേച്ചി എല്ലാവരും ഉണ്ട്, നവനീതേട്ടനും അശ്വ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് 1.5 വീഡിയോ ആണ്, നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ സീൻസൊക്കെ അടിപൊളിയാണ്. നമ്മളിങ്ങനെ വിഷ്വൽ വരുമ്പോൾ ഉള്ളൊരു ഔട്ട് വരുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കളിച്ചേക്കുന്ന പാട്ടെന്ന് വെച്ചാൽ ഉദിച്ച ചന്ദ്രൻ്റെ സോങ് ആയിരുന്നു. മറ്റേത് ചെക്കൻ്റെ കല്യാണമായിരുന്നു, ഹൽദിക്ക് ചെക്കൻ്റെ മറ്റേ ചങ്സ് ഫിലിമിൻ്റെ ആയിരുന്നു. ഇത് പഞ്ചാബി ഹൗസിലെ ഉദിച്ച ചന്ദ്രൻ്റെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും വെറൈറ്റി ഓഫ് ഗ്രീൻ കളേഴ്സൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര രസമായിരുന്നു. ഫൈനലി നവനീതേട്ടനും കൂടെ വരുന്നൊരു പോർഷനായിരുന്നു. അപ്പം അത് ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഷോട്ടിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇതിൽ ഒരുപാട് ഷോട്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനത്തെ സംഭവങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ സീൻസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അടിപൊളി, നല്ല രസമായിരുന്നു, നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആ പാട്ടിന് ചേർന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ റിയലി ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അപ്പോൾ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ സീരിയൽ കാണുക. നമ്മുടെ സീരിയലിൻ്റെ ടൈം 6:30 ആണ്. എല്ലാ ദിവസവും ഉണ്ട് അപൂർവരാഗം സീ കേരളത്തിൽ. അപ്പോൾ ബൈ, ലവ് യു.